ഒരിക്കൽ ഒരിടത്ത് ഒരു ധനികൻ ഒരു യാത്ര പോകുന്ന സമയത്ത് അയാളുടെ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പശുക്കളെയും ഒരു വേലക്കാരനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് സമയമെടുക്കും, ആ സമയം നീ നിൻ്റെ ഈ വീട്ടിൽ കൊണ്ടുപോയി ഈ പശുവിനെ വളർത്തി പശുവിന് ഭക്ഷണമൊക്കെ കൊടുത്ത് പശുവിൻ്റെ പാല് കറന്നെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ധനികൻ പോകുന്നത്. ഒരു മാസം കഴിഞ്ഞ് ഈ ധനികൻ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കണ്ടത് ആ വീടിൻ്റെ മുറ്റത്താകെ കുറേ പട്ടികളിരുന്ന് കുരയ്ക്കുന്നതാണ്. കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ വേലക്കാരൻ ആ പശുവിൻ്റെ പാല് വീട്ടിലേക്ക് എടുത്തില്ല. പശുവിനെ നന്നായി നോക്കി, പക്ഷെ എല്ലാ ദിവസവും ധനികൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ പാല് പാത്രത്തിലാക്കി വയ്ക്കും. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നായ്ക്കൾ വരികയും ചെയ്യും. പക്ഷെ ധനികൻ എത്തിയപ്പോൾ വീട്ടിൽ പാൽ വിതരണം നിലച്ചു. അതോടുകൂടി ഈ നായകൾ കുരയ്ക്കാൻ തുടങ്ങി ഈ പാലിന് വേണ്ടിയിട്ട്. അപ്പോൾ ധനികൻ ചോദിച്ചു, നീ എന്താ അത് വീട്ടിൽ കൊണ്ടുപോയി ഈ പശുവിന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാത്തത്? അപ്പോൾ ആ വേലക്കാരൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഒരു മാസത്തേക്കല്ലേ എനിക്ക് അങ്ങ് ഈ പശുവിനെ തന്നത്, അത്രയും സമയം ഞാൻ എൻ്റെ മക്കൾക്ക് ഈ പാല് കൊടുത്താൽ തിരികെ അങ്ങ് വരുമ്പോൾ ഞാൻ ഈ പശുവിനെ തിരികെ തരില്ല, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ പാലുകൂടി മുടങ്ങില്ലേ? ഇപ്പോൾ ഈ കാണുന്ന ഈ നായ്ക്കുഞ്ഞുങ്ങളെ പോലെ എൻ്റെ കുഞ്ഞുങ്ങളും നാളെ മുതൽ എന്നോട് ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഇതിൽ നിന്നൊരു പാഠം പഠിക്കാറുണ്ട്. നമുക്ക് സൗജന്യമായ ചില മനുഷ്യർ ചില കാര്യങ്ങൾ തരും, അതിൽ നമ്മൾ അഭിരമിച്ചെന്ന് വീണുപോയാൽ ഇതായിരിക്കും അവസ്ഥ. അത് പ്രതിരോധിക്കാൻ ഈ വേലക്കാരൻ കാണിച്ച മനസ്സാണ് ജീവിതത്തിൽ നമ്മൾ പ്രതിരോധമാക്കേണ്ടത്. എല്ലാ പരസ്യങ്ങളോടും എല്ലാ പ്രലോഭനങ്ങളും